നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇന്നലത്തെ രാത്രി ഒരു വല്ലാത്ത രാത്രിയായിരുന്നല്ലോ. യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ 18 കളികൾ ഒരുമിച്ച് നടന്ന രാത്രിയിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ താരം ആരാണ്? sofascore.com റേറ്റിംഗ് എടുത്ത് നോക്കുമ്പോൾ ഹയസ്റ്റ് റേറ്റിംഗ് കിട്ടിയ താരം അത് റോഡ്രിഗോയായിരുന്നു. പൊളിച്ചടുക്കിയ പ്രകടനമല്ലേ അദ്ദേഹം നടത്തിയത്. ബ്രസ്റ്റിന് ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് റയൽ മാഡ്രിഡ് പരാജയപ്പെടുത്തുമ്പോൾ 2 ഗോളുകളും റോഡ്രിഗോയുടെ വക. അല്ലെങ്കിലും വിനി ജൂനിയർ, കിലിയൻ എംബാപ്പെ, ജൂഡ് ബെല്ലിംഗാം ഇങ്ങനെയുള്ള ബഹളത്തിനിടക്ക് പലപ്പോഴും വിസ്മരിച്ചു പോകുന്നുണ്ടോ റോഡ്രിഗോയെ? അണ്ടർ റേറ്റഡ് പ്ലെയർ അല്ലേ റോഡ്രിഗോ? അദ്ദേഹത്തിൻ്റെ കളിയുടെ കണക്കുകളെടുത്താൽ അത് കൃത്യമായി വ്യക്തമായി ബോധ്യപ്പെടും. ഇന്നലത്തെ മാത്രം കളി നോക്കുക. 75 ടച്ചുകൾ, 2 ഗോളുകൾ, 4 ഷോട്ടുകളിൽ 3 എണ്ണം ഓൺ ടാർഗറ്റ്, 2 കീ പാസുകൾ, 50 പാസുകളിൽ 40 ലക്ഷ്യത്തിലേക്ക്, 6 ഡ്രിബ്ലിംഗ് അറ്റംപ്റ്റുകൾ, 6 സക്സസ്ഫുൾ, 12 ഡ്യുവൽസിൽ 11 എണ്ണം വിൻ ചെയ്തു, 5 ടാക്കിളുകൾ, 9.9 ഇന്നലെ sofascore.com അദ്ദേഹത്തിന് നൽകിയ റേറ്റിംഗ്. UCL അദ്ദേഹം വേറെ ലെവൽ കളിയാണ് കളിക്കുന്നത്. ഇതുവരെ യുവേഫ ചാമ്പ്യൻസ് ലീഗിൽ അദ്ദേഹം 58 മത്സരങ്ങൾ കളിച്ചു, 37 അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തത്. ആ 37 സ്റ്റാർട്ട് ചെയ്ത കളികൾ 58 മത്സരങ്ങൾ ടോട്ടൽ. അതിൽ അദ്ദേഹം 35 ഗോൾ കോൺട്രിബ്യൂഷൻസ് നടത്തിയിരിക്കുന്നു. 24 ഗോളുകളും 11 അസിസ്റ്റുകളും. ഓരോ 97 മിനിറ്റുകളിലും ഒരു ഗോൾ പാർട്ടിസിപ്പേഷൻ വരുന്നു. 58 കീ പാസുകൾ, 71 സക്സസ്ഫുൾ ഡ്രിബ്ലിങ്ങുകൾ, 2 പെനാൽറ്റികൾ അദ്ദേഹം നേടിയെടുത്തു. സോ ഒരു സംശയവും വേണ്ട, റോഡ്രിഗോ മുത്താണ്. അത് പലപ്പോഴും പല വമ്പന്മാരുടെയും തിളക്കത്തിനിടയിൽ കാണാതെ പോകുന്നു എന്ന് മാത്രം. ഏറ്റവും അധികം ഇപ്പോൾ റയലിൽ അണ്ടർ റേറ്റഡ് പ്ലെയർ ആരാണെന്ന് ചോദിച്ചാൽ ഒറ്റ ഉത്തരമേ ഉള്ളൂ, അത് റോഡ്രിഗോയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.